ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ മത്തങ്ങ എരിശ്ശേരിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ ഇതുപോലെ മത്തങ്ങ 1/2 കിലോ എടുത്തിട്ടുണ്ട്. അത് കട്ടി ക്ലീൻ ചെയ്ത് തൊലി കളഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുന്നത്. പിന്നെ ആണെങ്കിൽ നമ്മുടെ വൻപയറില്ലേ, ചുമന്ന പയർ, അതൊരു 3-4 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും സോക്ക് ചെയ്ത് കഴുകി വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്രഷർ കുക്കറിൽ ഇതെല്ലാം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ടേസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ 1 ടീസ്പൂൺ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒത്തിരി അധികം വെള്ളം വേണ്ട, കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളം അത്രയും മതി കേട്ടോ. അപ്പോൾ അത്രയും വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 3-4 വിസിൽ വരുന്നവരെ നമുക്ക് അതിന് ശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ ഇതെന്തോ ഇല്ലയോ എന്ന്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയിക്കുക. അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. അപ്പോൾ ഇനി അടുത്ത് നമുക്കാണെങ്കിൽ അത് അവിടെ വേവട്ടെ. ആ നേരം നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. 1.5 കപ്പ് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക് എരിവുള്ള എടുത്തേക്കുന്നത്. പിന്നെ ഒരു 5-6 അല്ലി ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കുറേശ്ശെ വെള്ളം മതി കേട്ടോ. ഒന്ന് ചതച്ചെടുത്താൽ മതി. നമുക്ക് ഒത്തിരി ഫൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പാകം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ ആണെങ്കിൽ വിസിലൊക്കെ അടിച്ച് ഇതേ വന്നിട്ടുണ്ട്. ഒരു 4 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യണം. തണുത്തത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് വെന്തോ ഇല്ലയോ എന്ന്. നമ്മളിതുപോലെ കുതിർത്തി നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു 3-4 വിസിൽ കൊണ്ട് നമുക്ക് പാകത്തിനായി കിട്ടും കേട്ടോ. അഥവാ നിങ്ങൾ കുതിർത്തുന്നില്ലെങ്കിൽ ഒരു 7-8 വിസിലെങ്കിലും അടുപ്പിക്കണം. എന്നാലും നമുക്ക് പയർ വെന്ത് കിട്ടുള്ളൂ. മത്തങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. പയർ നമുക്ക് ചെക്ക് ചെയ്യാം. പയർ നന്നായി വെന്ത് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്കൊന്ന് ഇളക്കി മിക്സാക്കി ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഒരുവിധമൊക്കെ കുറച്ച് ഈ മത്തങ്ങയൊക്കെ ഇരിക്കുന്നില്ലേ വലിയ കഷ്ണമായിട്ട്, അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഇതെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ അരപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നത് അതിനകത്തോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒത്തിരി നമുക്ക് ലിക്വിഡായിട്ട് വേണ്ട. എന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ സദ്യക്കൊക്കെ വിളമ്പുമ്പോൾ ഇലയിൽ വിളമ്പുമ്പോൾ അത് അവിടെ തന്നെ നിൽക്കണം, അല്ലാതെ ഇങ്ങനെ സ്പ്രെഡായി പോവല്ലേ കേട്ടോ. ആ രീതി വേണം നമുക്ക് ഗ്രേവി റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇത് അരപ്പെല്ലാം റെഡിയാക്കി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് കുറുകി ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ ഞാൻ നന്നായിട്ട് അടച്ചു വെക്കുന്നില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അടിക്കൊക്കെ ഒന്ന് പിടിക്കാതെ ശ്രദ്ധിക്കണം. ഒരു 5 തൊട്ട് 10 മിനിറ്റ് അല്ലെങ്കിൽ പിന്നെയാണെങ്കിൽ എങ്ങനെ അത് കുറുകി പാകത്തിനായി വന്ന് നമുക്ക് നോക്കണം. അത്ര നേരം വെക്കണം കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ആയി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ശരിക്കും. അപ്പോൾ ഇനി നമുക്കാണെങ്കിൽ ഇച്ചിരി ഒരു ചെറിയൊരു ടീസ്പൂൺ നമുക്ക് കുരുമുളക് പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇപ്പം നോക്കണം കേട്ടോ ഉപ്പൊക്കെ എങ്ങനെ ആ പാകത്തിനുണ്ടോ ഇല്ലയോ എന്ന്. ഇല്ലെങ്കിൽ ഇച്ചിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എൻ്റെ ഉപ്പൊക്കെ എല്ലാം പാകത്തിനായി ഇരിക്കുമായിരുന്നു കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ. അത് കടുകൊക്കെ പൊട്ടി കഴിയുമ്പം അത് നമുക്കാണെങ്കിൽ 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. ഇനി നമുക്കാണെങ്കിൽ ഒരു 1/2 കപ്പ് തേങ്ങ ചെരുകിയത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഒരു ബ്രൗണിഷ് കളറായി വരുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കരിച്ച് കളയില്ല കേട്ടോ. അപ്പം അതിന് ടേസ്റ്റേ മാറി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാവുള്ളൂ. അപ്പോഴത്തേക്ക് നന്നായിട്ട് കണ്ടോ ബ്രൗണിഷ്. ഇനി ഒരു ഇച്ചിരിയും കൂടെ ആവട്ടെ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബ്രൗണിഷ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് റെഡിയാക്കി വെച്ചേക്കുന്നത് തടുക്കാൻ നമുക്കാണെങ്കിൽ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒരു കുറച്ച് നേരത്തേക്ക് അടച്ചങ്ങനെ വെക്കണേ. ഒരു 10-15 മിനിറ്റത്തേക്ക്. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുള്ളൂ. എന്നാൽ നമുക്ക് ഈ തടുക്കയുടെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ തേങ്ങയൊക്കെ വറുത്തിട്ടേക്കുന്നില്ലേ, അതിൻ്റെയൊക്കെ ടേസ്റ്റ് അതിനകത്ത് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ എത്ര സിമ്പിളാണ് നമ്മുടെ മത്തങ്ങ എരിശ്ശേരി നമുക്ക് റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. ഇനി എപ്പോഴെങ്കിലും ഒരു സദ്യ വരുമ്പോൾ, ഓണോ വിഷു വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അല്ലാതാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കൂട്ടാനായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി കൂട്ടാനത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് കാണേണ്ടതെന്ന് വെച്ചാൽ എന്നെ അറിയിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടിയായിട്ട് തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.